ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വശ്യത്തെക്കുറിച്ച്. വശ്യം നമ്മൾക്ക് വളരെയധികം വേണ്ട ഒരു കാര്യമാണ്. വശ്യമില്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിലാവട്ടെ, കുടുംബജീവിതമാവട്ടെ, നല്ല സൗഹൃദങ്ങളാവട്ടെ, നമ്മളുടെ വാക്കിന് വരുന്ന വിലയാവട്ടെ, എന്തു വേണേലാവട്ടെ, എനിക്ക് വശ്യം ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അപ്പോൾ വശ്യം എന്ന് പറയുന്നത് ഏറ്റവും എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ കൃഷ്ണന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വശ്യമാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ആളെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വശ്യം സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ സ്നേഹം മാത്രമല്ല, ശത്രുക്കളടക്കം അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ് സത്യം. നമുക്ക് ഭയങ്കര ആകർഷണം ഉണ്ടാവുമ്പോൾ ശത്രുക്കളുടെയും ആകർഷണം വരുന്നുള്ളതാണ്. അല്ലാതെ ശത്രുക്കളെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രമായിട്ട് വശ്യം വരാന്നുള്ളതല്ല. അപ്പൊ അവിടെ നമ്മൾ കൃഷ്ണ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം, ശത്രുക്കളെ എങ്ങനെ ഡീൽ ചെയ്യുക, ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്യുക, സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ആൾക്കാരെടുത്ത്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെടുത്ത് നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇപ്പൊ പൊയ്യാറ ശ്രീ വിഷ്ണുവായ മഠം എന്ന് പറയുന്നത് ചെറിയൊരു അമ്പലമാണ്. ആ അമ്പലം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒരുപാട് മഠങ്ങളുണ്ട്, വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്, മഹാക്ഷേത്രങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ അവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഷെറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ എന്നെ ഒന്നല്ലെങ്കിൽ എന്നെ ശ്രവിക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ എന്നെ റിജക്റ്റ് ചെയ്യണം. അവർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, പക്ഷെ എന്നെ ശ്രദ്ധിക്കപ്പെട്ടാലാണ് നല്ലതായാലോ ചീത്തയായാലോ ഉള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു വശ്യം നമ്മളിൽ സംഭവിക്കണം. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാന്ത്രികപരമായ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആൾക്കാർ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവുമ്പോഴാണ് കൂടുതൽ നമുക്ക് വളരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ശത്രുക്കൾ വരും. ആ ശത്രുക്കളെ നമുക്ക് എന്ത് ചെയ്യണം? അവരില്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശേഷി ഉണ്ടാവണം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്ത് ശത്രുക്കളെ, ശത്രുബാധ ദോഷങ്ങളെ, ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ടും നമ്മൾ അവരെ വിജയിപ്പിക്കുകയോ അവർക്ക് കൃത്യമായ സർവീസുകളോ കൊടുത്തു പോകുമ്പോഴാണ് അതിങ്ങനെ വളർന്നു വളർന്നു വരുന്നത്. അതിനൊരു ചൈതന്യം, ഒരു ശക്തി, ഒരു സ്പിരിച്വൽ പവർ, സ്പിരിച്വൽ ഓറ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല പണിയുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാള് നശിക്കുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും കൂടി അതിന് കൂട്ടായ്മ വരും. ഒരാൾ നന്നാവുന്ന ഒരു ആക്ടിവിറ്റിക്ക് ആരും കൂടെ നിൽക്കില്ല. അപ്പൊ അത്രയും ആൾബലം കുറവുള്ള സമയത്താണ് നമുക്കിത് വിജയിപ്പിച്ചെടുക്കേണ്ടത്. അവിടെ ദൈവാധീനത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ.